ഹലോ എവരിവൺ, അസ്സലാമു അലൈക്കും. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ തയ്യാറാക്കുന്നത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള മിൽക്ക് കേക്കാണ് കേട്ടോ. നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഇതിലേക്കുള്ള ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു കപ്പ് മൈദയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 250 ml ഒരു കപ്പിൽ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുണ്ട്. ബേക്കിംഗ് സോഡ അല്ല, ബേക്കിംഗ് പൗഡർ. ബേക്കിംഗ് സോഡ ഇതിലേക്ക് ചേർക്കുന്നില്ല. ഈ 3 ഇൻഗ്രീഡിയൻസും കൂടി നമുക്കൊന്ന് അരിപ്പയിലൊന്ന് അരിച്ചെടുത്തിട്ട് വെക്കാം. പിന്നെ അടുത്തതായി ചേർക്കുന്നത് പഞ്ചസാരയാണ്. പഞ്ചസാര ഒരു 3/4 കപ്പ് പഞ്ചസാര എടുത്തിട്ട് പൊടിക്കുമ്പോൾ അത് 1 കപ്പ് പഞ്ചസാര ഉണ്ടാകും. അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് 1 കപ്പ് പഞ്ചസാര, പൊടിച്ച 1 കപ്പ് പഞ്ചസാരയാണ്. മിൽക്ക് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇനി അടുത്തതായി ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് കോഴിമുട്ടയാണ്. ഞാനിവിടെ 3 കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എഗ്ഗ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. എഗ്ഗ് ബീറ്റ് ചെയ്യുമ്പോൾ ഞാനിതിലേക്ക് ആദ്യം പൊടിച്ച് വെച്ചിട്ടുള്ള 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഫ്ലഫിയായി പെട്ടെന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് എഗ്ഗിൻ്റെ വെള്ള പാർട്ടും വൈറ്റ് പാർട്ടും യെല്ലോ പാർട്ടും വേർതിരിച്ചിട്ട് വൈറ്റ് പാർട്ട് മാത്രം ആദ്യം ബീറ്റ് ചെയ്തെടുത്ത് നന്നായിട്ട് പെട്ടെന്ന് ഫ്ലഫിയായി കിട്ടും. പിന്നെ നമുക്കതിലേക്ക് യെല്ലോ പാർട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പം ഞാൻ അങ്ങനെ സെപ്പറേറ്റ് ചെയ്യുന്നില്ല, രണ്ടും കൂടി ഒരുമിച്ചാണ് ഞാൻ ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതുപോലെ നന്നായിട്ട് ഫ്ലഫിയായി കിട്ടിയാലേ നമുക്ക് നമ്മുടെ കേക്ക് നന്നായിട്ട് സോഫ്റ്റായി കിട്ടുള്ളൂ. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത്, ഇങ്ങനെ ഫ്ലഫിയായി വരുമ്പോൾ നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് 1/4 കപ്പ് ഓയിലാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ ബീറ്റ് ചെയ്ത എഗ്ഗിലേക്ക് നമ്മൾ നേരത്തെ അരിച്ചെടുത്തിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കുക. അത് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ. ആദ്യം കുറച്ച് ചേർത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ബാക്കി ചേർത്തിട്ട് അങ്ങനെ ഒരു 3 ഭാഗമായിട്ട് ഞാൻ ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ ആയിരിക്കും നമ്മൾ കേക്കിൻ്റെ ബാറ്റർ ഉണ്ടാവുക. ഞാനിതാ ഒരു കേക്ക് ടിന്നിലേക്ക്, ഈ കേക്ക് എന്ന് പറഞ്ഞാൽ അധികം പൊങ്ങി വന്ന് വലിയ ഹൈറ്റുള്ളൊരു കേക്കല്ല, കുറച്ച് എന്താ പറയുക ഹൈറ്റ് കുറഞ്ഞിട്ടുള്ളൊരു കേക്കാണ്. അതിന് വേണ്ടി ഞാൻ ഒരു വലിയൊരു കേക്ക് ടിന്ന്, ഒരു 8 ഇഞ്ചിൻ്റെയൊക്കെ കേക്ക് ടിന്നാണ് ഞാൻ അതിലേക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. അതിൽ ഞാൻ ബട്ടർ പേപ്പറിൽ ഓയിൽ തടവിട്ട് വെച്ചിട്ടുണ്ട്. ഞാനിത് വെക്കുന്നത് ഗ്യാസിലാണ് കേട്ടോ, ഓവനിലല്ല വെക്കുന്നത്. ഇത് ഓവനിൽ വെക്കുമ്പോൾ മേൽഭാഗം പെട്ടെന്ന് വേറെ കളറായി മാറും. അപ്പോൾ അതിന് അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ഒരു 10 മിനിറ്റ് ഒരു പാന് ചൂടാക്കി വെച്ചിട്ട് അതിലേക്കാണ് കേക്ക് വെച്ചിട്ടുള്ളത്. ഒരു 40-45 മിനിറ്റൊക്കെ ഇതൊന്ന് വെക്കാം കേട്ടോ. ഇനി കേക്കിലേക്ക് ഒരു മിൽക്ക് തയ്യാറാക്കി എടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് അതേ സെയിം കപ്പിൽ തന്നെ 1 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വിപ്പിംഗ് ക്രീമിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രഷ് ക്രീമും ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തതിന് ശേഷം വിപ്പിംഗ് ക്രീമിൽ മധുരമുള്ളത് കൊണ്ട് ഞാനിതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ചേർത്ത് കൊടുക്കുന്നുള്ളൂ, അത് വീഡിയോ മിസ്സായി പോയതാണ്. ഇനി നിങ്ങൾ ഫ്രഷ് ക്രീമാണ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അതിലേക്ക് മിൽക്ക് മെയ്ഡ്, ഫ്രഷ് ക്രീമിൽ മധുരം ഇല്ലാത്തത് കൊണ്ട് തന്നെ നന്നായിട്ട് മിൽക്ക് മെയ്ഡ്, നല്ല അത്യാവശ്യം മധുരത്തിനനുസരിച്ച് തന്നെ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇതൊന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. മധുരമൊക്കെ നോക്കിയിട്ട് ഇതൊന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റാം കേട്ടോ. തണുപ്പിച്ചെടുക്കണം. നമ്മളെ കേക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി മുകൾ ഭാഗം സെയിം കളറിൽ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. മുകൾ ഭാഗം കളർ ചേഞ്ച് ആയിട്ടൊന്നുമില്ല. ഇതുപോലെയാണ് നമുക്ക് കേക്ക് കിട്ടേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഓവനിൽ ഇത് വെക്കാനത് കേട്ടോ. ഇനി ഇത് എന്താ പറയുക, കേക്ക് പാനിൻ്റെ ചൂടൊന്ന് പോയി കിട്ടുമ്പോൾ നമുക്കതിൽ നിന്നും ഒന്ന് മാറ്റി എടുക്കാം.
കേക്കൊക്കെ ആവശ്യമായിട്ടുള്ള ക്രീം തയ്യാറാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മൾ വിപ്പിംഗ് ക്രീം നന്നായിട്ട് ബീറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മിൽക്കിൽ നിന്ന് ഒരു കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ കേക്കിൻ്റെ മുകൾ ഭാഗത്തേക്ക് ഒഴിച്ച് കൊടുക്കാനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കേക്ക് നന്നായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മിൽക്കിൽ നിന്ന് കുറേശ്ശെ കേക്കിൻ്റെ മുകളിലോട്ട് ഒഴിച്ച് കൊടുക്കുക. നന്നായിട്ട് കേക്കിലോട്ട് നന്നായിട്ട് ഇത് ഇറങ്ങി ചെല്ലും കേട്ടോ. നന്നായിട്ടൊന്ന് വലിച്ചെടുക്കും. അപ്പോൾ നന്നായിട്ട് മാക്സിമം നന്നായിട്ട് ഒന്ന് ഒഴിച്ച് കൊടുക്കുക. അത്രയും ടേസ്റ്റ് കേക്കിന് ഉണ്ടാകും. കേക്കിലേക്ക് മിൽക്ക് ഒഴിച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയുള്ളൊരു കുഴിയുള്ള താഴ്ന്നിട്ടുള്ള അങ്ങനത്തെ ഒരു പാത്രം എടുക്കാൻ നോക്കാം. അപ്പോൾ അതാ നമ്മൾ മിൽക്ക് നന്നായിട്ട് കേക്കിലേക്ക് നന്നായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കൊന്ന് ഐസിങ് ചെയ്തെടുക്കണം കേട്ടോ. കേക്കിൻ്റെ മുകൾ ഭാഗം മാത്രമേ നമ്മൾ ഐസ് ചെയ്യുള്ളൂ. സൈഡ് ഭാഗത്തേക്കും കുറേശ്ശെ ഒന്ന് സൈഡ് ഭാഗത്തും ചെയ്യുന്നുണ്ട്. പക്ഷേ ഫുള്ളായിട്ട് കട്ട് ചെയ്യുക അങ്ങനെയൊന്നുമില്ല. കേക്ക് കട്ട് ചെയ്യുകയൊന്നും ചെയ്യില്ല. ഇനി അതിൻ്റെ മുകൾ ഭാഗം നമുക്കിതൊന്ന് ഐസിങ് ചെയ്തെടുക്കണം. ഐസിങ് ചെയ്യണ വീഡിയോ ഒന്നും കംപ്ലീറ്റ് ആയിട്ട് കിട്ടിയിട്ടില്ല. അതിൻ്റെ ഇടയ്ക്കൊന്ന് കറണ്ട് പോകും, അങ്ങനെയൊക്കെ പ്രശ്നമായതുകൊണ്ട് ഐസിങ് ചെയ്യണ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് ഇതിലില്ല. അപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് ഐസിങ് ചെയ്ത് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. സ്ട്രോബെറിയും ബ്ലൂബെറിയും വെച്ചിട്ടാണ് നമ്മൾ മിൽക്ക് കേക്കൊക്കെ കണ്ടിട്ടുള്ളത്. ബ്ലൂബെറി ഇല്ലാത്തതുകൊണ്ടും ഞാൻ ഇതിന് പകരം ഞാൻ കറുത്ത മുന്തിരിയാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി അതുപോലെ തന്നെ അടിപൊളിയായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള മിൽക്കിൻ്റെ ബാക്കി സൈഡ് ഭാഗത്തേക്കൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുത്ത്, ആ മിൽക്കാണ് കേട്ടോ ഇതിൻ്റെ മെയിൻ ഐറ്റം എന്ന് പറഞ്ഞത്. കേക്കിൻ്റെ മെയിൻ ഐറ്റം എന്ന് പറഞ്ഞത് ആ മിൽക്കാണ്. ഇനി ഈ മിൽക്കിൽ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ കേക്ക് കഴിക്കുക. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ ഒറിജിനൽ മിൽക്ക് കേക്കിൻ്റെ എന്താ പറയുക റെസിപ്പിൻ്റെ അത്ര ആവുമെന്ന് ചോദിച്ചാൽ അതൊന്നും ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങണ കേക്കിനൊക്കെ അതിൻ്റേതായിട്ടുള്ള ഇൻഗ്രീഡിയൻസൊക്കെ അവർ സീക്രട്ട് ഇൻഗ്രീഡിയൻസൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ വളരെ ഈസി ആയിട്ടുള്ള, എന്നാലും നമുക്ക് വീട്ടിൽ മിൽക്ക് കേക്ക് തയ്യാറാക്കുക എന്നുള്ളൊരു ആഗ്രഹത്തോടെ ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാം. നല്ല ഉഷാറായിട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടും. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ്. കഴിക്കാൻ ടേസ്റ്റിനൊന്നും ഒരു മാറ്റമില്ല. നല്ല അടിപൊളിയായിട്ടുള്ള സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും, പിന്നെ കഴിക്കാനും അടിപൊളിയാണ്. നമ്മൾ മുമ്പത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കമൻറ്റ്സ് ഇടുക. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻറ്റ്സ് ഇടുക. പിന്നെ നമ്മളെ മുമ്പത്തെ വീഡിയോസ് കാണാത്തവരെല്ലാം പോയി കാണുക. പുതിയ വീഡിയോ കാണുന്നവരെ അസ്സലാമു അലൈക്കും. താങ്ക് യു.